വിഷ്ണു, ഇപ്പോൾ ഈ കാര്യത്തിൽ ഉള്ള ചർച്ച നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നൊരു കാര്യം, ഇന്നിപ്പോൾ രാജ്യത്ത് നടന്ന ചർച്ച, പാർലമെൻറ്റിൽ നടന്ന ചർച്ചയൊക്കെ കാണിക്കുന്നത് നമ്മൾ എങ്ങോട്ടേക്ക് പോകണമെന്ന് BJP വിശ്വസിക്കുന്നത് മതധ്രുവീകരണത്തിലൂടെ രാജ്യം വിഭജിക്കണം എന്നാണോ എന്ന് സംശയം തോന്നുന്ന രീതിയിലാണ്. അങ്ങനെയാണോ? ഈ രാജ്യത്ത് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ആശയങ്ങളുമായാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ രാജ്യം നൂറ്റാണ്ടുകളായി നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വതമായ പരിഹാരമുണ്ടാക്കാൻ BJP ആത്മാർത്ഥമായി ശ്രമിച്ചു. അതിന് പരിഹാരമുണ്ടായിരിക്കുന്നു. രാജ്യത്തെ മതപരമായും വർഗീയപരമായൊക്കെ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നരേറ്റീവ് സൃഷ്ടിക്കാനും രാജ്യത്ത് വീണ്ടും ജനങ്ങൾക്കിടയിൽ സാമുദായികമായ അസ്പർശ്യതയും അവരിൽ ഒരു ചേരിതിരിവ് സൃഷ്ടിക്കാനാണ് ഇടതുപക്ഷവും കോൺഗ്രസും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. കഴിഞ്ഞ ദിവസം ലീഗിൻ്റെ നേതാവായിട്ടുള്ള ശ്രീ സാദിഖ് അലി തങ്ങൾ തന്നെ പറഞ്ഞല്ലോ, ആ രാമക്ഷേത്രത്തിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ ജനവിഭാഗത്തെ ഉൾക്കൊള്ളുന്ന ലീഗിൻ്റെ നിലപാട് CPM-നോട് അതുകൊണ്ട് വിയോജിപ്പുണ്ടായിരിക്കാം. പക്ഷേ ചില കാര്യങ്ങൾ യാഥാർത്ഥ്യത്തോടും ശരിയായ രീതിയിലും ജനങ്ങളുടെ വികാരമനുസരിച്ചുമൊക്കെ ഉൾക്കൊള്ളുകൊണ്ട് മാത്രമേ ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂവെന്ന് അതിവ്യക്തമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്ന് അയോധ്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പക്വതയാർന്ന സമീപനം തന്നെയാണ് വിവിധ മതവിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. കാരണം രാജ്യത്തെ നൂറ്റാണ്ടുകളോളം നീറുന്ന ഒരു പ്രശ്നമായിരുന്നു അയോധ്യ. ആ അയോധ്യയ്ക്ക് കോടതിയുടെ ഉത്തരവിലൂടെ കൃത്യമായ ഒരു പരിഹാരം രാജ്യത്തുണ്ടായിരിക്കുന്നു. ഇനിയും ആ പക്വത എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്, ഒരു സമൂഹത്തിന്റെ മുഴുവൻ പക്വത എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് മുസ്ലിം ലീഗ് നേതാവ് ഈ അയോധ്യയെക്കുറിച്ച് പറഞ്ഞതാണോ താങ്കൾ ഉദ്ദേശിച്ചത്? അല്ല, ഞാൻ പറയട്ടെ, ഒരു മതത്തിൻ്റെയും അട്ടിപ്പേർ അവകാശം, ഒരു സമുദായത്തിൻ്റെ അട്ടിപ്പേർ അവകാശം ഒരു വിഭാഗത്തിനുമില്ല. പക്ഷെ ഒരു വിഷയത്തെ എങ്ങനെ സമീപിക്കുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ എന്ത് നിലപാടെടുക്കുന്നു എന്നതിന് വലിയ പ്രസക്തിയുണ്ട് ശ്രീലാൽ. അത് കാരണം സഹിഷ്ണുതയോടുകൂടി എല്ലാവരും മുന്നോട്ട് പോയാൽ മാത്രമേ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റൂ. കാരണം രാജ്യത്തെ നിയമങ്ങൾക്കനുസരിച്ച് ജനങ്ങളുടെ പാർലമെന്റിലെ ഒരു വിഷയമാകുന്നത് എങ്ങനെയാണ്? ഇതാണ് ഈ 5 കൊല്ലം ഭരിച്ചപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ വിഷയമെന്ന് പറഞ്ഞ് പാർലമെന്റ് അവസാനിക്കുന്ന ദിവസം പ്രധാനമന്ത്രി 2 സഭകളിലും പോയി നിന്ന് പ്രസംഗിക്കുന്നത് ഈ ഒരു കാര്യമാണ്. അയോധ്യ ആകുന്നു, അതിൽ നന്ദി അർപ്പിക്കുന്നു, അതിൽ കയ്യടി വരുന്നു എന്നൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? അല്ല, ഞങ്ങൾ പ്രധാനപ്പെട്ടമായി പറഞ്ഞത് റീഫോം, പെർഫോം, ട്രാൻസ്ഫോം എന്ന് പറയുന്ന 3 കാര്യങ്ങളെ ചൂണ്ടിയാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം നേരിടുന്ന വിവിധ സങ്കീർണമായ പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യം അഭിമുഖീകരിച്ചിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞു. അതൊരു ചെറിയ കാര്യമായിട്ടാണോ ലാലെ കരുതുന്നത്? അയോധ്യ പ്രശ്നം കഴിഞ്ഞ 500 വർഷമായി രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുകയും അതിൻ്റെ പേരിൽ ജനങ്ങളുടെ ഇടയിലേക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അത് നിയമപരമായ മാർഗത്തിലൂടെ പരിഹരിച്ച് ഇന്ന് അതിനൊരു ശാശ്വതമായ പരിഹാരം BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാർലമെന്റിൽ മുഴുവൻ നിങ്ങളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം പരിഹരിച്ചു, അയോധ്യ പരിഹരിച്ചു, യൂണിഫോം സിവിൽ കോഡ് പരിഹരിച്ചു, അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും യൂണിഫോം സിവിൽ കോഡിലേക്കൊക്കെ മാറിയാൽ മതി. അതാണിപ്പോൾ ഉത്തരാഖണ്ഡിലെ പ്രശ്നം. അതുപോലെ മുത്തലാഖ് പ്രശ്നം അത് തീർന്നു, അതിൻ്റെ പേരിലുള്ള സമുദായത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. അത് കഴിഞ്ഞ് CAA, ഇനിയിപ്പോൾ ആ പ്രശ്നം നിങ്ങൾ പരിഹരിക്കാൻ പോവുകയാണ്. എല്ലാം പരിഹരിച്ചു, ഇനി ആരും ഒന്നും മിണ്ടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഇതിനെ എതിർക്കുന്ന ഏതെങ്കിലും പക്ഷമുണ്ടെങ്കിൽ അവരാണ് വിഭജനം നടത്തുന്നത് എന്നാണോ നിങ്ങളുടെ പക്ഷം? അല്ല, സ്വാതന്ത്ര്യത്തോടുകൂടി ആർക്കും യോജിപ്പില്ലെങ്കിൽ വിയോജിക്കാം, അതിൽ യാതൊരു സംശയമില്ലല്ലോ. അവർക്ക് എല്ലാവർക്കും CPM-ന് വിയോജിക്കാം, കോൺഗ്രസിന് വിയോജിക്കാം. പക്ഷേ രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ കൃത്യമായ ഒരു നയം വെച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. ജനങ്ങൾ ഞങ്ങൾക്കൊരു ജനവിധി തന്നിരിക്കുന്നു, ഞങ്ങൾ പറഞ്ഞ വാക്കുകൾ പാലിക്കാൻ. അതുമാത്രമാണ് സർക്കാർ ചെയ്യുന്നത്. അത് സർക്കാരിൻ്റെ ധർമ്മവും കർമ്മവുമാണ്. അത് കൃത്യമായി നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുണ്ട്. കാശ്മീരിലെ പ്രത്യേക വകുപ്പ് റദ്ദാക്കിയതും മുത്തലാഖ് റദ്ദാക്കിയതിലൂടെ രാജ്യത്തെ വലിയൊരു ജനവിഭാഗങ്ങൾക്ക് അവിടെയെല്ലാം സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. കാശ്മീരിൽ കഴിഞ്ഞ 10 വർഷം മുമ്പുള്ള അവസ്ഥയാണോ, അല്ലെ 10 വർഷങ്ങൾക്ക് മുമ്പ് സ്വാതന്ത്ര്യാനന്തരം മുമ്പ് നരേന്ദ്രമോദി സർക്കാർ കാശ്മീരിൽ ഉണ്ടായിരുന്ന അവസ്ഥയാണോ? സർക്കാരിൻ്റെ കഴിഞ്ഞ 10 വർഷക്കാലം കാശ്മീരിൽ തൊഴിലവസരങ്ങൾ കൂടിയിട്ടുണ്ട്, കാശ്മീരിൽ ആക്രമണങ്ങൾ കുറഞ്ഞിട്ടുണ്ട്, ജനജീവിതം സാധാരണയായി മാറിയിരിക്കുന്നു. ഈ രാജ്യത്തിൻ്റെ ഏത് കോണിലും രാഹുൽ ഗാന്ധിക്ക് വരെ സ്വതന്ത്രമായി കാശ്മീരിൽ പോകാനും സഞ്ചരിക്കാനും ഒരു നേതാവ് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ ഇടതുപക്ഷത്തിന്റെ സമരത്തിൽ വന്നു പ്രസംഗിച്ചത് താങ്കൾ കേട്ടിരുന്നോ? അല്ല, അദ്ദേഹം INDA സഖ്യത്തിൻ്റെ ഭാഗമല്ലേ? BJP വിരുദ്ധ രാഷ്ട്രീയമുള്ളവർക്ക് കാശ്മീരിൻ്റെ കുത്തകാവകാശം ഫാറൂഖ് അബ്ദുള്ളയ്ക്ക് ആരും എഴുതി കൊടുത്തിട്ടില്ലെന്നോ ഇല്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പറയുന്നു, പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പറയുന്നു. INDA സഖ്യത്തിൻ്റെ ഭാഗമായി BJP എതിർക്കുന്നവർക്ക് രാഷ്ട്രീയ പാർട്ടികളാണല്ലോ, ഈ രാജ്യത്തെ പ്രശ്നങ്ങളാണല്ലോ അവരും പറയുന്നത്. നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ മുഴുവൻ എല്ലാ പ്രശ്നങ്ങളുടെയും
മൗലികമായ കുത്തക അവകാശം ആർക്കാണ് എഴുതി കൊടുത്തിരിക്കുന്നത്? അല്ല, രാജ്യത്തെ ഒരു സർക്കാരിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് രാജ്യത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ്. രാജ്യത്തെ നിയമനിർമ്മാണം നടത്തുന്നതും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുമില്ല തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ്. ഫാറൂഖ് അബ്ദുള്ളയുടെ പാർട്ടി എടുത്തിരുന്നെങ്കിൽ അവർ പരിഹരിച്ചേനെ, അല്ലെങ്കിൽ അവർ നിയമനിർമ്മാണം പാർട്ടിക്ക് മാത്രമുള്ള അവകാശമാണോ എല്ലാം? ഈ ഇഷ്ടംപോലെ കടമെടുക്കാം രാജ്യത്തെ സർക്കാരിന്, അതേസമയം സംസ്ഥാനത്തെ സർക്കാർ കടമെടുത്താൽ അത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണെങ്കിലും നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടതല്ലേ, അവർക്ക് അതിനുള്ള അവകാശമുണ്ടല്ലോ എന്ന് നിങ്ങൾ സമ്മതിക്കില്ല. ഈ രാജ്യത്തെ സർക്കാരിന് ഈ പറഞ്ഞതുപോലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് എല്ലാ വിഭാഗങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ എത്ര നൂറ്റാണ്ടുള്ള പ്രശ്നമാണെങ്കിലും പരിഹരിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതായതുകൊണ്ടുണ്ട്. സംസ്ഥാനത്തെ സർക്കാരാണെങ്കിൽ അവർ തെരഞ്ഞെടുക്കപ്പെട്ടതാണെങ്കിലും അവർ പരിഹരിക്കുന്നതൊന്നും ശരിയാവില്ല, അവിടെ നിങ്ങൾ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇതെന്ത് തരം വാദം? അല്ല, നമ്മുടെ രാജ്യത്തൊരു ഫെഡറൽ സംവിധാനമാണ് നിലനിൽക്കുന്നത്. കേന്ദ്ര സർക്കാരിന് യൂണിയൻ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനും അത് നടപ്പിലാക്കാനുള്ള അധികാരമുണ്ട്. എന്താ CAA നിയമവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് കഴിയുമ്പോൾ അത് നടപ്പിലാക്കുന്നതും നിയമം ഉണ്ടാക്കുന്നതൊക്കെ കേന്ദ്ര സർക്കാരാണ് എന്ന് താങ്കൾക്ക് അറിയാഞ്ഞിട്ടല്ല. ഇങ്ങനെ ഓരോ വിഷയത്തിലും ഓരോ സർക്കാരിനും കൃത്യമായ നയമുണ്ട്, നിലപാടുണ്ട്, അധികാരമുണ്ട്. സംസ്ഥാന സർക്കാരിന് അധികാരമില്ല. ഇതൊക്കെ പാർലമെന്റിൽ ചർച്ച ചെയ്തിട്ടാണല്ലോ ഇതൊക്കെ തീരുമാനം എടുക്കേണ്ടത്. പാർലമെന്റിൽ ഒരു ദിവസം പാർലമെന്റ് തീരുന്നു. ഇപ്പോൾ ഈ CAA സംബന്ധിച്ചാണെങ്കിൽ പാർലമെന്റിൽ നിയമം പാസ്സാക്കിയിട്ടും അത് നിയമപരമായ തർക്കങ്ങളിലേക്കൊക്കെ പോകുന്നൊരു വലിയ വിഷയമാണ്. അത് വലിയ രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്ത് പോകേണ്ടതാണെന്നുള്ള തീരുമാനം നിങ്ങൾക്കില്ല. ജനം ഇത് ചർച്ച ചെയ്യേണ്ട, തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് നോട്ടിഫിക്കേഷൻ ഇറക്കി ഞങ്ങൾ നടപ്പിലാക്കി എന്ന് പറഞ്ഞ് അത് ഒരു വിഭജനം ഉണ്ടാക്കി വോട്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണോ നിങ്ങളുടെ വിഷയം? ഞങ്ങൾ ഒരിടത്ത് പോലും വിഭജനം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഞങ്ങൾ CAയുടെ കാര്യത്തിലായാലും അയോധ്യയുടെ കാര്യത്തിലായാലും 370ൻ്റെ കാര്യത്തിലായാലും ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്. ഞങ്ങൾ സഭകളിലും ജനങ്ങളോടൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിന് എതിർപ്പുള്ളവർക്ക് കോടതിയിലേക്ക് പോകാം. കോടതിയിൽ പോയി പല വിഷയങ്ങളിലും ഇവിടെ പരാജയപ്പെട്ട പ്രതിപക്ഷമാണ് നമ്മുടെ മുന്നിലുള്ളത്. പരാജയങ്ങൾ മാത്രം സ്വീകരിക്കപ്പെട്ട ഒരു പ്രതിപക്ഷത്തെ ജനം ഒരുപാട് തവണ നിരാകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് പോലും ഒരൊറ്റ ചോദ്യം കൂടി. ഇപ്പോൾ നേരത്തെ പ്രേമേന്ദ്രന്റെ കാര്യം ചോദിച്ചുകൊണ്ടാണ് കേരളത്തിൽ നിങ്ങൾ ഒരു 5 സീറ്റൊക്കെ കിട്ടുമെന്നൊക്കെയുള്ള ഒരു വാർത്തയൊക്കെ നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അക്കാര്യത്തിൽ ഒന്ന് കൊല്ലമാണോ? അല്ല, ഞങ്ങൾ സംസ്ഥാനത്തെ 20 സീറ്റുകളിലും അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിന് തന്നെയാണ് നേതൃത്വം നൽകുന്നത്. താങ്കളിപ്പോൾ NK പ്രേമചന്ദ്രനെ പ്രധാനമന്ത്രിയുടെ ഒരു വിരുന്നിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് അപമാനിക്കാൻ ശ്രമിക്കുകയാണ്. അതൊരു വ്യക്തിപരമായ ആക്ഷേപമെന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ വന്നപ്പോൾ മാത്രം പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് ക്യാൻറ്റീനിലേക്ക് ഇത് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത്? എന്തുകൊണ്ടാണ്? അല്ല, നിരവധി MPമാരോടൊപ്പം പ്രധാനമന്ത്രി ഉച്ചഭക്ഷണവും സൽക്കാരവും ഒക്കെ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി കേരളത്തിലെത്തിയപ്പോൾ പിണറായി വിജയൻ തൊഴുത് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചപ്പോൾ അന്ന് പിണറായി വിജയൻ നരേന്ദ്രമോദിയെ കണ്ട് കുനിഞ്ഞു കുമ്പിട്ട് നിൽക്കുന്നു, എന്തോ കേണപേക്ഷിച്ചുകൊണ്ടെന്ന് VD സതീശൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിനെ തള്ളിക്കളഞ്ഞവരാണ്. അതിലൊന്നും യാതൊരു കാര്യവുമില്ല. മര്യാദയനുസരിച്ചുമൊക്കെ എല്ലാവരെയും സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് ഒരു രാഷ്ട്രീയപരമായ മര്യാദയാണ്. അത് പിണറായി വിജയന്റെ കാര്യത്തിലായാലും NK പ്രേമചന്ദ്രന്റെ കാര്യത്തിലായാലും ഞങ്ങൾക്ക് അതിൽ ഒരു നിലപാടുകളോ എല്ലാവരെയും സ്വീകരിച്ചില്ലല്ലോ. 8 MPമാരെ മാത്രം, അതിൽ ബാക്കിയുള്ളവരൊക്കെ NDAയുടെ ഘടകകക്ഷികളാണ്. ഈ പ്രേമേന്ദ്രനെ വിളിച്ചത് എന്തുകൊണ്ടാണെന്നുള്ളത് രാഷ്ട്രീയമായ ചർച്ചയാണ്. അത് രാഷ്ട്രീയമായ ഉത്തരം നിങ്ങൾക്ക് പറയാനുണ്ടോ? നിങ്ങൾ പറയുന്ന 5 മണ്ഡലങ്ങളിൽ ഈ പറയുന്ന കൊല്ലവും ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചതാണ്. അല്ല, ഞങ്ങൾ 20 മണ്ഡലങ്ങളിൽ ഒരുപോലെയാണ് കാണുന്നത്. ഞങ്ങൾ എല്ലാവരെയും സ്വീകരിക്കുന്നവരാണ്. ആരെയും അസ്പർശ്യത കടത്തിക്കൊണ്ട് അകറ്റി നിർത്തുന്നവരല്ല. ഞങ്ങൾ മുഴുവൻ പേരെയും സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്കാരോടും രാഷ്ട്രീയപരമായി വിദ്വേഷം കൽപ്പിക്കുകയോ അവരെ പരനാറി എന്ന് വിളിച്ചുകൊണ്ട് പ്രയോഗിച്ച് മാറ്റി നിർത്തുകയോ ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങളിപ്പോൾ പ്രേമചന്ദ്രനോടായാലും ഇളമരം കരീനോടും ബ്രിട്ടാസിനോടും ഒരേ നിലപാട് തന്നെയാണ് ഞങ്ങൾക്കുള്ളത്.